സൗദി അറേബ്യയിൽ വ്യാജ ഓഡിറ്റിംഗ് സേവനങ്ങൾ നൽകുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി. അംഗീകൃത ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച സാമ്പത്തിക കൺസൾട്ടന്റ് സ്ഥാപനത്തെയും വാണിജ്യ സ്ഥാപനത്തെയും പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. കമ്പനികളുടെ സാമ്പത്തിക ഓഡിറ്റിംഗ് സമയമായതിനാൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് അധികൃതർ. സൗദിയിലെ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് മേഖലയിൽ സുതാര്യതയും നിയമസാധുതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. അക്കൗണ്ടിംഗ് നിയമത്തിലെ 10ാം വകുപ്പ് ലംഘിച്ച 2 സ്ഥാപനങ്ങൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചു. സൗദി ഓർഗനൈസേഷൻ ഫോർ ചാർട്ടേഡ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടന്റ്സ് അഥവാ സോക്പ സുരക്ഷാ വിഭാഗവുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. സാമ്പത്തിക കൺസൾട്ടൻസിക്കായി മാത്രം ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനം തങ്ങളുടെ വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയും സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ ഓഡിറ്റ് ചെയ്ത് നൽകുമെന്ന പരസ്യം നൽകിയതായി അധികൃതർ കണ്ടെത്തി. കൃത്യമായ ലൈസൻസ് ഇല്ലാതെ ഇത്തരം സേവനം വാഗ്ദാനം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് സോക്പ വ്യക്തമാക്കി. മറ്റൊരു വാണിജ്യ സ്ഥാപനം തങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഓഫീസിനു മുന്നിൽ സ്ഥാപിച്ച ബോർഡിലൂടെയും ഓഡിറ്റിംഗ് സേവനം നൽകുമെന്ന് അവകാശപ്പെട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഇത്തരം പ്രവർത്തനങ്ങൾ രാജ്യത്തെ സാമ്പത്തിക റിപ്പോർട്ടുകളുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നവയാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ലൈസൻസ് ഇല്ലാതെ പ്രൊഫഷണൽ സേവനം നൽകുന്നതും ലൈസൻസ് റദ്ദാക്കപ്പെട്ട ശേഷം പ്രവർത്തനങ്ങൾ തുടരുന്നതും ക്രിമിനൽ കുറ്റമായി കണക്കാക്കും. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുമെന്നും എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കണമെന്നും സൗദി അക്കൌണ്ടന്റ്സ് ബോർഡ് നിർദ്ദേശം നൽകി. ഈ മേഖലയുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിനും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനും കർശന പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരും. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.